ഹായ്, എല്ലാവർക്കും ബ്രിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആലു പറാത്തയും ആലു പറാത്തയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള മസാല കേടുവാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് 2 കപ്പ് ആട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഒരടപ്പിട്ട് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലായിരിക്കും നല്ലത്. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം, അതുവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പച്ചമാങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങയുടെ പകുതി തൊലി കളഞ്ഞെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് ഡ്രൈ മാംഗോ പൗഡറും ചേർക്കാം. പക്ഷെ അതിനേക്കാളും ഇങ്ങനെ ഞാൻ ചെയ്തപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 ഉരുളക്കിഴങ്ങ് നല്ല വേവിച്ചിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്മാഷ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കട്ട കിടക്കരുത്, എങ്കിൽ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇതിൽ കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി മസാലക്കേടിനായിട്ടുള്ള മസാല ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടെ ചേർത്തൊന്ന് വഴറ്റാം. ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്തൊന്ന് കരിയാണ്ട് മൂത്ത് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ബൗളിൽ അധികം പുളിപ്പില്ലാത്ത കട്ട തൈരെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കേട് റെഡിയായി കഴിഞ്ഞു. നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന പെർഫെക്റ്റ് ആലു പറാത്തയോടൊപ്പം ഇതുകൂടെ ചേർത്തൊന്ന് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.